അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ അഹ്സാബിൽ 8 ആയത്തുകളാണ് പഠിച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ അഹ്സാബ് എന്ന് പേര് വരാൻ കാരണമായ സംഭവമാണ് ഇനി വിശദീകരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സൂറത്തുൽ അഹ്സാബിന് അഹ്സാബ് എന്ന് പേര് വരാൻ, അഹ്സാബ് എന്ന് പറഞ്ഞാൽ സംഘങ്ങൾ, പാർട്ടികൾ എന്നാണ് അർത്ഥം. ഹിസ്ബ് എന്നതിൻ്റെ ജമാണ് അഹ്സാബ്. അത്തരത്തിൽ അഹ്സാബ് എന്ന് പേര് വരാൻ കാരണം ഈ സൂറത്തിൽ ഗസ്വത്ത് ഖന്തഖ് യുദ്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് അഹ്സാബ് യുദ്ധം, അഹ്സാബ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ അഹ്സാബ് യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ആയത്തൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്ത്, അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. ഇദ് ജാഅത്കും ജുനൂദുൻ, എന്നിട്ട് അള്ളാഹു അഹ്സാബ് യുദ്ധത്തിൽ നടന്ന ആ സംഭവം, ഖന്തഖ് യുദ്ധത്തിൽ നടന്ന ആ ഒരു സംഭവത്തെപ്പറ്റി ഈ ഒരൊറ്റ ആയത്തിൽ മൊത്തത്തിലൊന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഖന്തഖ് യുദ്ധത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖന്തഖ് അല്ലെങ്കിൽ അഹ്സാബ് യുദ്ധം എന്ന് പറയുന്നത് ഹിജ്റ 5-ാം വർഷം, ഉഹദ് യുദ്ധത്തിന് 1 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശത്രുക്കൾ, നമ്മൾ പറഞ്ഞു അഹ്സാബ് എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ, സംഘങ്ങൾ എന്നാണ് അർത്ഥം. ശത്രുക്കൾ, പ്രത്യേകിച്ച് മദീനയിൽ നിന്ന് ആ സമയത്ത് പുറത്താക്കപ്പെട്ട ബനു നദീർ ഗോത്രം, മക്കയിലുള്ള ഖുറൈശികളായ മുശ്രിക്കുകളുടെ അടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ സഹായം തേടുന്നതായിട്ടാണ് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഖുറൈശികളെയും അതുപോലെ തന്നെ ഖുറൈശികളുമായി സഖ്യത്തിലുള്ള പല കക്ഷികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജൂതന്മാരും അങ്ങനെ ഒരുപാട് കബീലകൾ, ഗോത്രങ്ങളും അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ മക്കയിലുള്ള മുശ്രിക്കീങ്ങളുമെല്ലാം മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വരികയാണ്, പടനയിക്കുകയാണ്. അതിൽ ശത്രുക്കൾ 10,000-ഓളം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ 3,000 പേര് മാത്രമായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ ആയത്തിൽ അവിടെ നടന്ന കാര്യം മൊത്തത്തിൽ പറഞ്ഞ് പിന്നീട് വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖന്തഖ് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖന്തഖ് എന്ന് പേര് വരാനുള്ള കാരണം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖന്തഖ് എന്ന് പറഞ്ഞാൽ കിടങ്ങ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു കൂട്ടമായി മദീനയെ ആക്രമിക്കാൻ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും കൂടെ മദീനയുടെ ചുറ്റും ഒരു കിടങ്ങ് കുഴിക്കുകയാണ്. കിടങ്ങ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു കുഴി. ആ കിടങ്ങിന് അറബിയിൽ പറയുന്ന പേരാണ് ഖന്തഖ് എന്നുള്ളത്. അങ്ങനെയാണ് ഈ യുദ്ധത്തിന് ഖന്തഖ് യുദ്ധം എന്ന് പേര് വന്നത്. പൊതുവെ അറബികൾക്ക് പരിചയമില്ലാത്തൊരു ശൈലിയാണ് ഈ കിടങ്ങ് കുഴിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഐഡിയ, ആ ഒരു യുദ്ധതന്ത്രം പ്രവാചകന് പറഞ്ഞു കൊടുത്തത് പേർഷ്യയിൽ നിന്ന് പ്രവാചകനിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവാചകരും സ്വഹാബികളും കൂടെ ചേർന്ന് 20 രാത്രികൾ കൊണ്ട് വലിയൊരു കിടങ്ങ് മദീനയ്ക്ക് ചുറ്റും നിർമ്മിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കേട്ട പ്രസിദ്ധമായ പല കഥകളും ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ കിടങ്ങ് നിർമ്മിച്ചിരുന്നത്. പ്രവാചകൻ വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ സന്ദർഭമൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടതാണല്ലോ. അതൊക്കെ ഈ ഒരു സന്ദർഭത്തിലാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ സ്വഹാബികളുടെ ഈ ഒരു കഷ്ടപ്പാട് കണ്ട് അവരെ സാന്ത്വനിപ്പിക്കാൻ എന്നോണം പ്രവാചകൻ ഒരു കവിതയെന്നോണമൊക്കെ ചൊല്ലുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അള്ളാഹുവെ, ജീവിതം യഥാർത്ഥ ജീവിതം പരലോകത്തെ ജീവിതമാണല്ലോ, അൻസാരികൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണമേ എന്നൊക്കെ പ്രവാചകൻ പറയുന്ന പ്രസിദ്ധമായ വാചകങ്ങൾ. അതുപോലെ തന്നെ അവിടെയുള്ള കഷ്ടപ്പാടിനിടയിൽ റോമിൻ്റെയും പേർഷ്യയുടെയും അധികാരങ്ങൾ, അവിടുത്തെ കിരീടവും ചെങ്കോലും നിങ്ങൾക്ക് കൈമുതലാകുന്ന മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന കാലം അധികം വിദൂരമല്ല എന്നുള്ള സന്തോഷ വാർത്തയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് ഈ ഒരു ഖന്തക്കിൻ്റെ വേളയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നിന്ന സമയത്ത് ശത്രുക്കൾ മദീനയുടെ അടുത്തെത്തി. അവർക്ക് മദീനയിലേക്ക് കടന്നു വരാൻ ഏതായാലും സാധിക്കുന്നില്ല. അപ്പോൾ മദീനയുടെയും ശത്രുക്കളുടെയും ഇടയിലാണ് കിടങ്ങ് കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ കിടങ്ങിൻ്റെയും മദീനയുടെയും ഇടയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിട്ടാണ് മുസ്ലിമീങ്ങൾ അണിയണിയായി തമ്പടിച്ച് നിന്നിട്ടുള്ളത്. ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മദീന മുസ്ലിമീങ്ങൾ ഇങ്ങനെ തമ്പടിച്ച് നിന്നിട്ടുണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കാൻ. അതിനുശേഷം വലിയൊരു കിടങ്ങ്, അതിനപ്പുറം ശത്രുക്കൾ ഒരു തരത്തിലും മദീനയിലേക്ക് കടക്കാൻ പറ്റാതെ 24ഓളം രാത്രികൾ ശത്രുക്കൾ മദീനയെ വലയം ചെയ്തു തടഞ്ഞു വെച്ചു. അവർക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും ലഭ്യമാകാത്ത വണ്ണം മുസ്ലിമീങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട്, അത്രത്തോളം ഈ ആയത്തിൽ വരുന്ന ആയത്തുകൾ പറയുന്നത് പോലെ കിടുകിട വിറപ്പിക്കപ്പെട്ട ഒരു സമയമായിരുന്നു ആ ഒരു മുശ്രിക്കുകളും യഹൂദികളും ആ ഒരു അഹ്സാബ്, ആ ഒരു ശത്രുക്കളായ സംഘം മദീനയെ വലയം വെച്ച ആ ഒരു സന്ദർഭം എന്നുള്ളത്. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത മനസ്സിലാകും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ശത്രുക്കൾ ഇങ്ങനെ തമ്പടിച്ച സന്ദർഭത്തിലാണ് 24 ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വന്നെത്തുകയും ശത്രുക്കളെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുകയും അള്ളാഹു ഒരു കാറ്റ് അയച്ചുകൊണ്ട് ആ കാറ്റ് അവരുടെ മുഴുവൻ നശിപ്പിക്കുകയും അവരുടെ തമ്പുകൾ പറന്നു പോവുകയും, അതുപോലെ തന്നെ പാതിരാത്രി കൂരാക്കൂരിട്ടുള്ള സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയായി കൊടുങ്കാറ്റ് ശത്രുക്കളിലേക്ക് അടിച്ചു വീശുന്നത്. പൊടിമണ്ണ് പാറി അവരുടെ മുഖത്തും കണ്ണിലുമൊക്കെയായി അവർക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ അവരുടെ തമ്പുകളൊക്കെ പറന്നുപോയി. അവരുടെ തീ, അവർ കത്തിച്ചു വെച്ചിരുന്ന തീകളൊക്കെ കെട്ടുപോവുകയും അവരുടെ കുതിരകളൊക്കെ വിളറി ഓടുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആകെ ഒരു ഭീകരാന്തരീക്ഷത്തിൽ അള്ളാഹു വല്ലാത്തൊരു കാറ്റയച്ച് മുസ്ലിമീങ്ങളെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തെ അള്ളാഹു ഒന്ന് മൊത്തത്തിൽ ഓർമ്മിപ്പിച്ച് വിശദീകരിച്ച് പറയുകയാണ് ഇവിടെ. അവിടെയാണ് അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാൻ പറഞ്ഞു. എപ്പോഴുള്ള അനുഗ്രഹം? ഇദ് ജാഅത്കും ജുനൂദുൻ. അവിടെയാണ് നമുക്കിനി ആയത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇദ് ജാഅത്കും ജുനൂദുൻ, ചില സംഘങ്ങൾ. ജുന്ദുൻ എന്ന് പറഞ്ഞാൽ സൈന്യം, ജുനൂദുൻ എന്ന് പറഞ്ഞാൽ സൈന്യത്തിൻ്റെ ബഹുവചനം. ഒരുപാട് സൈന്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേർന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങൾക്കായി അയച്ചിട്ടുള്ള ആ ഒരു നിഅമത്തിനെ നിങ്ങൾ ഓർക്കുക. ഫഅർസൽനാ അലൈഹിം റീഹൻ, ആ ഒരു സന്ദർഭത്തിൽ ശത്രുക്കളുടെ മേൽ നാം ശക്തമായ ഒരു കാറ്റിനെ അയച്ചു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു 24 ദിവസത്തെ മദീനയെ ശത്രുക്കൾ വലയം വെച്ചതിന് ശേഷം അള്ളാഹു അയച്ച ആ കാറ്റിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വജുനൂദൻ ലം തറൗഹ, വജുനൂദൻ, ചില സൈന്യങ്ങളെയും നാം അയച്ചിട്ടുണ്ട്, ലം തറൗഹ, നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ചില സൈന്യങ്ങളെ. അവിടെ മലക്കുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു മലക്കുകൾക്ക് വ്യവസ്ഥപ്പെടുത്തി കൊടുത്തിയ ആ ഒരു കാര്യകാരണബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മലക്കുകൾ ആ ശത്രുക്കളെ തുരത്തി ഓടിക്കുന്നതിൽ മുസ്ലിമീങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ്. വഖാന അല്ലാഹു, തീർച്ചയായും അല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധ സന്ദർഭത്തിൽ നടന്ന പല കാര്യങ്ങളെയും എടുത്തു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് യുദ്ധത്തിൻ്റെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇത് ജാഊക്കും, ശത്രുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേർന്ന ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കുക.
മിൻ ഫൗഖിക്കും നിങ്ങളുടെ മുകളിലൂടെയും വമിൻ അസ്ഫല മിൻകും നിങ്ങളുടെ താഴ്ഭാഗത്തോടു കൂടിയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീനയുടെ കിഴക്ക് ഭാഗം എന്നുള്ളത്, മദീനയുടെ കിഴക്ക് ഭാഗം മലമ്പ്രദേശമാണ്. മദീനയുടെ പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്. അങ്ങനെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും മശ്രിഖിൽ നിന്നും മഗ്രിബിൽ നിന്നും ശത്രുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേർന്ന സന്ദർഭം, അതാണ് നിങ്ങളുടെ മുകളിലൂടെയും നിങ്ങളുടെ താഴ്ഭാഗത്തോടു കൂടിയും ശത്രുക്കൾ വന്നു എന്ന് പറഞ്ഞത്. ആ ഒരു സന്ദർഭത്തിൽ അബ്സാർ അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ ദൃഷ്ടികൾ, കണ്ണുകൾ തെന്നി മാറിപ്പോയ സന്ദർഭം, അതായത് ഭയവിഹ്വലത കാരണം കണ്ണുകൾ തെറ്റിപ്പോയ. സാഗ എന്ന് പറഞ്ഞാൽ, സൈഗ് എന്ന് പറഞ്ഞാൽ തെന്നുക, തെറ്റുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആ ഭയം കാരണം, ആ ഒരു മുസ്ലിമീങ്ങൾക്ക് ബാധിച്ച ഭയത്തെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇത് സാഗത്തിൽ അബ്സാർ കണ്ണുകൾ തെന്നിപ്പോയ ആ ഒരു നിമിഷം. വബലഗത്തിൽ ഖുലൂബു ഹൃദയങ്ങൾ എത്തിച്ചേർന്നു. അൽ ഹനാജിർ, ഹനാജിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനാണ് ഹനാജിർ. തൊണ്ടക്കുഴിയെന്നോ തൊണ്ടകൾ എന്നോ മൊത്തത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ബഹുവചനമാണ് ഹനാജിർ എന്നുള്ളത്. അപ്പോൾ ഭയം കാരണം ഹൃദയം നിങ്ങളുടെ തൊണ്ടയിലേക്ക് എത്തിപ്പോയൊരു സന്ദർഭം. ആ ഭയം വല്ലാതെ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശമൊക്കെ വീർത്ത് ഹൃദയം ഇങ്ങ് കയറി വരുന്നത് പോലെ നമുക്ക് തോന്നുമല്ലോ. അത്രത്തോളം മുസ്ലിമീങ്ങൾ ഭയപ്പെട്ട് വിറച്ചൊരു സന്ദർഭമായിരുന്നു. തദുന്നൂന ബില്ലാഹി ദുനൂന, നിങ്ങൾ പലരും അള്ളാഹുവിനെ കുറിച്ച് പലതരം ചിന്തകളും വെച്ച് കൊണ്ടിരുന്ന സന്ദർഭം. കാരണം ആ ഒരു സന്ദർഭത്തിൽ വിശ്വാസം ദുർബലരായ മുഅ്മിനീങ്ങൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ചിലപ്പോൾ വിചാരിക്കാൻ പാടില്ലാത്തത്, അള്ളാഹു നമ്മെ കൈവിടുകയാണോ എന്നൊക്കെ തരത്തിലുള്ള ചിന്തകൾ നിങ്ങളിൽ പലരും ചിന്തിക്കുമാറ് അത്രത്തോളം നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടൊരു സന്ദർഭം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഹുനാലിക്ക, അവിടെ വെച്ച് ഇബ്തുലിയ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടൽ എന്നാണ് അർത്ഥം. പരീക്ഷിക്കപ്പെടുക. ഇബ്തുലിയ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഇബ്തല എന്ന് പറഞ്ഞാൽ ഇബ്തല ഇബ്രാഹിം റബ്ബുഹു, ഇബ്രാഹിം നബി അള്ളാഹു പരീക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇബ്തുലിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് പറയുക, മജ്ഹൂലായ രൂപമാണ്, പരീക്ഷിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇബ്തുലിയൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ട സന്ദർഭമാണിത്. വസുൽസിലു സിൽസാലൻ ഷദീദ, സുൽസിലു അവർ കിടുകിട വിറപ്പിക്കപ്പെട്ട ഒരു സന്ദർഭമാണത്. എന്നിട്ട് അതിനെ ഉറപ്പിച്ചു പറയുകയാണ്, സിൽസാലൻ ഷദീദ, ശക്തമായി മുഅ്മിനീങ്ങൾ വിറപ്പിക്കപ്പെട്ട ഒരു സന്ദർഭമാണത്. അതെ, അത്രത്തോളം മദീനയിലാകെ കുറച്ചാളുകൾ മാത്രമാണുള്ളത്. ശത്രുക്കൾ കൂട്ടം കൂട്ടമായി കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മദീനക്കുള്ളിൽ വെച്ച് ഇവിടെ വിശദീകരണം വരുന്നുണ്ട്, മുനാഫിക്കുകൾ ചില ആളുകളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. അത്തരത്തിൽ എല്ലാ തരത്തിലും നിങ്ങൾ ഭയന്ന് വിറച്ച, നിങ്ങൾക്ക് ഭക്ഷണമില്ല, നിങ്ങൾക്ക് കൃത്യമായി ഭക്ഷണമോ വെള്ളമോ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല, വീട്ടിലുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് അത്തരത്തിൽ എല്ലാ തരത്തിലും അങ്ങേയറ്റം ഭയപ്പെട്ടുപോയ സന്ദർഭമായിരുന്നു മുഅ്മിനീങ്ങൾക്കുണ്ടായിരുന്നത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവിടെ വെച്ച് മുഅ്മിനീങ്ങൾ അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, وَإِذْ يَقُولُ الْمُنَافِقُونَ وَالَّذِينَ فِي قُلُوبِهِم مَّرَضٌ مَا وَعَدَنَا اللَّهُ وَرَسُولُهُ إِلَّا غُرُورًا. അവിടെ വെച്ച് وَإِذْ يَقُولُ الْمُنَافِقُونَ, ആ ഒരു സന്ദർഭത്തിൽ മദീനക്കുള്ളിൽ ആരുണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ് മനസ്സിൽ വെച്ച്, എന്നാൽ മുസ്ലിമീങ്ങളാണ് എന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പുറമേ പറഞ്ഞു നടന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ പോലെയുള്ള മുനാഫിക്കുകൾ അവിടെയുണ്ട്. അവർ പറഞ്ഞു, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ, പ്രവാചകനിൽ നിന്ന് മുഅ്മിനീങ്ങളെ പിറകോട്ട് വലിക്കാൻ. വഇദ് യഖൂലുൽ മുനാഫിഖൂൻ, ആ ഒരു സന്ദർഭത്തിൽ മുനാഫിക്കുകൾ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, മുനാഫിക്കുകളുടെ കൂടെ മനസ്സിലല്പം രോഗം ബാധിച്ച ആളുകളും അവരുടെ കൂടെ ചേർന്ന് ഏറ്റുപറയുകയുണ്ടായി. എന്ത്? മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ, അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമുക്ക് വാഗ്ദാനം ചെയ്തതൊക്കെ വെറും വഞ്ചന മാത്രമാണ്. മാ വഅദന അല്ലാഹു, അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല, വറസൂലുഹു അവൻ്റെ പ്രവാചകനും ഇല്ലാ ഗുറൂറാ, വഞ്ചനയല്ലാതെ. ഗുറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചന, പറ്റിക്കുക എന്നൊക്കെയാണ്. വഞ്ചനയല്ലാതെ അള്ളാഹു റസൂലും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അള്ളാഹു റസൂലൊക്കെ നമ്മെ പറ്റിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം, ഇവിടെ നിൽക്കേണ്ടതില്ല എന്നുള്ള തരത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ, അവരുടെ അണികൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടി, അവരെ തിരിച്ച് മദീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മുനാഫിക്കുകൾ പരിശ്രമിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക എന്നുള്ള സുബ്ഹാനഹു വ തആല പറയുകയാണ്.
അതിൻ്റെ ബാക്കിയായി അള്ളാഹു പറയുന്നു, വഇദ് ഖാലത് طائفة منهم يا أهل يثرب لا مقام لكم فارجعوا ويستأذن فريق منهم النبي يقولون إن بيوتنا عورة وما هي بعورة إن يريدون إلا فرارا. അപ്പോൾ മുനാഫിക്കീങ്ങളിൽപ്പെട്ട ആളുകളുടെ മറ്റു പല സംസാരങ്ങളും അള്ളാഹു ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. വഇദ് ഖാലത് ത്വാഇഫത്തും മിൻഹും, ആ മുനാഫിക്കുകളിൽപ്പെട്ട ഒരു കൂട്ടം ഇങ്ങനെ പറഞ്ഞു, യാ അഹ്ല യസ്രിബ്, യസ്രിബ് നിവാസികളെ. നമുക്കറിയാം മദീനയുടെ ആദ്യത്തെ പേരാണ് യസ്രിബ് എന്നുള്ളത്. യസ്രിബ് നിവാസികളെ, മദീനക്കാരെ, ലാ മുഖാമലക്കും. അവർ പ്രവാചകൻ അണിയണിയായി നിർത്തിയ സൈന്യത്തിൻ്റെ ഇടയിലൂടെ പോയിക്കൊണ്ട് പറയുകയാണ്, മദീനക്കാരെ, ലാ മുഖാമലക്കും, നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരു നിലനിൽപ്പില്ല, മദീനയിൽ ഇനി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയില്ല, ഇതാ ശത്രുക്കൾ നിങ്ങളെ വളഞ്ഞു കഴിഞ്ഞു. ഫർജിഉ, നിങ്ങൾ തിരിച്ചു മടങ്ങി വരിക. അതായത് ആ അണിയണിയായി നിന്ന പ്രവാചകനെ സഹായിക്കുന്നതിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വാ. അല്ലെങ്കിൽ അതിന് ഇങ്ങനെയും അർത്ഥം വെക്കാൻ സാധിക്കുന്നതാണ്, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വാ, കുഫറിലേക്ക് തിരിച്ചു വാ, എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും രക്ഷിക്കാമെന്ന് മുനാഫിക്കുകൾ പറഞ്ഞു നടക്കുകയാണ്. യസ്തഇദിനു എന്ന് പറഞ്ഞാൽ സമ്മതം ചോദിക്കുക. അങ്ങനെ സമ്മതം ചോദിച്ചൊരു സന്ദർഭം, ഫരീഖും മിൻഹും, ആ മുനാഫിക്കീങ്ങളിൽപ്പെട്ട ചില ആളുകൾ, ആ മുനാഫിക്കീങ്ങളുടെ ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ സംസാരങ്ങൾ കേട്ട് മനസ്സ് മാറിയ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിക്കുകയാണ്. വയസ്തഇദിനു, സമ്മതം ചോദിച്ചു, ഫരീഖും മിൻഹും, അവരിൽപ്പെട്ട ഒരു കൂട്ടം, അന്നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്താണ് അവർ ചോദിച്ചത്? യഖൂലൂന, അവർ പറഞ്ഞു, പ്രവാചകരെ, ഇന്ന ബുയൂതന ഔറത്തുൻ, നമ്മുടെ വീട്, നമ്മുടെ ഭവനങ്ങൾ, പിറകിലുള്ള നമ്മുടെ ഭവനങ്ങൾ അത് ഇങ്ങനെ നഗ്നമായി, അതായത് യാതൊരു സുരക്ഷയുമില്ലാതെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അഥവാ ശത്രുക്കളെങ്ങാനും ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ സമ്പത്തും നമ്മുടെ വീടൊന്നും നമ്മൾ സംരക്ഷിച്ചു വെച്ചിട്ടില്ല. അവർക്ക് അഥവാ കയറി വരികയാണെങ്കിൽ ആക്രമിക്കാൻ എളുപ്പമാകും. അതുകൊണ്ട് വീടിനോർത്ത് പേടിയാകുന്നു. വീടിങ്ങനെ തുറന്നിട്ട അവസ്ഥയിലാണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നഗ്നത എന്നാണ്, അതായത് ഒരു സംരക്ഷിതമല്ലാത്ത അവസ്ഥയിലാണുള്ളത് എന്നുള്ളത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരാ സമ്മതം ചോദിച്ചത് വീടിനെയും കുട്ടികളെയും ഓർത്തുകൊണ്ടായിരുന്നു, ഒന്നുമായിരുന്നില്ല. വമാഹിയ ബി ഔറ, അള്ളാഹു പറയുന്നു വീടുകൾ അങ്ങനെ സംരക്ഷിതമല്ലാത്ത അവസ്ഥയിലായതുകൊണ്ടൊന്നുമല്ല. ഈ യുരീദൂന, അവർ എന്തുമാത്രമാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ലാ ഫിറാറ, യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക. ഈമാൻ ശക്തമല്ലാത്തത് കൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാനുള്ള, ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ സഹായിക്കാനുള്ള മടി കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അല്ലാതെ അവരുടെ വീട് അരക്ഷിതമായത് കൊണ്ടൊന്നുമല്ല എന്ന് അവരുടെ മനസ്സകങ്ങൾ അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ആളുകൾ വീടുകളെക്കുറിച്ച് ഭയന്ന്, വീടുകളെക്കുറിച്ച് ഓർത്ത് ടെൻഷനായിട്ടാണല്ലോ തിരിച്ചു പോകട്ടെ എന്ന് ചോദിച്ചത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സറിയുന്ന അള്ളാഹു പറയുകയാണ്, വലൗ ദുഖിലത് അലൈഹിം, ഇനി ശത്രുക്കൾ അവരുടെ വീടുകളിലേക്ക്, അവരുടെ മദീനയിലേക്ക് ഇരച്ചു കയറി ചെന്ന് എന്ന് വിചാരിക്കുക. മിൻ അഖ്താരിഹ, മദീനയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ അവരുടെ വീടുകളിലേക്ക് ഇരച്ചു കയറി ചെന്നാലും, സുമ്മ സുഇലുൽ ഫിത്ന, എന്നിട്ട് അവരോട് ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവർ മുസ്ലിമീങ്ങൾക്കെതിരെ മദീനയുടെ ഉള്ളിൽ വെച്ച് തിരിയുമായിരുന്നു. മുനാഫിക്കുകളുടെ മനസ്സറിയുന്ന റബ്ബ് പറയുകയാണ്, അവർ തിരിച്ചുപോയത് അവരുടെ വീടും കൂടിയും ഓർത്തിട്ടൊന്നുമല്ല, പ്രവാചകരെ താങ്കളുടെ കൂടെ ഈ യുദ്ധത്തിന് നിൽക്കാതെ പിന്തിരിഞ്ഞു പോകാനുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. ഇനി എങ്ങനെ ശത്രുക്കളെങ്ങാനും വന്ന് അവരോട് മുസ്ലിമീങ്ങൾക്കെതിരിൽ സഹായിക്കാൻ പറഞ്ഞാൽ അവർ മദീനക്കുള്ളിൽ വെച്ച് ആ വഞ്ചനയും ചെയ്യും എന്ന് അള്ളാഹു തറപ്പിച്ച് പറയുകയാണ്. ഒമാ തലബ്ബസു, അവർ വൈകിപ്പിക്കുകയില്ല, അവർ കാത്തു നിൽക്കുകയില്ല. ബിഹ ഇല്ല യസീറ, മുസ്ലിമീങ്ങൾക്കെതിരിൽ കുഴപ്പമുണ്ടാക്കാൻ അവർ യാതൊരു അലംഭാവവും കാണിക്കുകയില്ല, അതിനെ പിന്തിപ്പിക്കുകയില്ല, വളരെ കുറച്ചല്ലാതെ. വലഖദ് കാനു, എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അവർ മുമ്പ് ആഹദുല്ലാഹ മിൻ ഖബൽ, മുമ്പ് അള്ളാഹുവിനോട് കരാറ് ചെയ്തിരുന്നു. എന്ത്? ലാ യുവല്ലൂനൽ അദ്ബാർ, യുദ്ധരംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അള്ളാഹുവെ ഞങ്ങൾ പിന്തിരിഞ്ഞു പോവുകയില്ല, യുദ്ധ സന്ദർഭത്തിൽ പിന്തിരിഞ്ഞു പോവുകയില്ല എന്നവർ മുമ്പ് വാഗ്ദാനം ചെയ്തിരുന്നു. അതവർ മറന്നുപോയിരിക്കുകയാണ്. വക്കാന അഹ്ദുല്ലാഹി മസ്ഊല,
അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ അള്ളാഹു തീർച്ചയായും ചോദിക്കുന്നത് തന്നെയാണ്. അള്ളാഹുവിന് കൊടുത്ത കരാറുകൾ മസ്ഊല, അത് ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ബനൂ ഹാരിസ. ബനൂ ഹാരിസ ഗോത്രം ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞു പോയപ്പോൾ, ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തതാണ്. ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞു പോയപ്പോൾ അവർ വാഗ്ദത്തം ചെയ്തിരുന്നു അള്ളാഹുവിനോട്, ഇനി ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പിന്തിരിഞ്ഞു പോവുകയില്ല എന്ന്. എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ച ആളുകളിൽ പ്രധാനമായും ബനൂ ഹാരിസക്കാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബദ്ർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പോയി വലിയ വമ്പിച്ച വിജയം, ആ ഒരു ഭാഗത്തെ അറബികൾ മുഴുവൻ അറിഞ്ഞ ആ ഒരു വമ്പിച്ച വിജയം നേടി തിരിച്ചു വന്നപ്പോൾ ചില ആളുകൾ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തിരുന്നു, ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന്. എന്നാൽ അവരൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ അഹ്സാബ് യുദ്ധത്തിൽ, ഖന്തക് യുദ്ധത്തിൽ ഇത്തരത്തിലൊരു പ്രയാസം കണ്ടപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം വലിച്ചെറിഞ്ഞ്, പ്രവാചകനുള്ള സഹായം വലിച്ചെറിഞ്ഞ് പിന്തിരിഞ്ഞു പോകാനാണ് ശ്രമിച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട പാഠം എന്നുള്ളത്, ഇത്തരത്തിൽ അള്ളാഹു പല സന്ദർഭങ്ങളും പല ജംഗ്ഷനുകളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിലൊക്കെ ഇട്ടുതരും. അവിടെ വെച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ലി അമീസ് അൽ ഖബീസ മിന തയ്യിബ്, അള്ളാഹു നന്മയെയും തിന്മയെയും വേർതിരിക്കാൻ വേണ്ടി, യഥാർത്ഥ മുഅ്മിനീങ്ങളെയും യഥാർത്ഥ മുനാഫിക്കീങ്ങളെയും വേർതിരിക്കാൻ വേണ്ടി അള്ളാഹു പല സന്ദർഭങ്ങളും മുസ്ലിം ഉമ്മത്തിന് ഇട്ടുകൊടുക്കും. അവരുടെ അള്ളാഹുവിലുള്ള വിശ്വാസവും തവക്കുലും യാഥാർത്ഥ്യമായിരുന്നു, അവരുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ സ്നേഹവും വിശ്വാസവും യാഥാർത്ഥ്യമായിരുന്നു എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പല ജംഗ്ഷനുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇട്ടുകൊടുക്കും. ആ ഒരു ചരിത്രമാണിത്. ഈ ചരിത്രത്തിൻ്റെ ആവർത്തനം നമുക്ക് എല്ലാ കാലഘട്ടത്തിലും കാണാൻ സാധിക്കും. അവിടെയെല്ലാം അള്ളാഹു പഠിപ്പിച്ചത് മുറുകെ പിടിച്ചുകൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പാർട്ടിയായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ മുനാഫിക്കീങ്ങൾ എടുത്തതുപോലെയുള്ള പിന്തിരിപ്പൻ നിലപാട് നമ്മൾ എടുക്കാൻ പാടില്ല. ഈ ഒരു ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്.